So in the last class, we were discussing about operators, different operators, right? And we have seen in the last class, I think I gave you an exercise. This one, right? Angular momentum. Angular momentum. I think all of you done that. There are three components of angular momentum in Cartesian coordinates, Lx, Ly, and Lz. And you have seen Lx has this form. Lx is this one, and it has this form, Zpz minus Ypz minus Zpy. Ly has this form, Zpx minus Xpz, and Lz takes the form Xpy minus Ypx, right? This classical equations ആണ്. ഇതിനെ ക്വാണ്ടം മെക്കാനിക്കൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പറയുമ്പോൾ എപ്പോഴും എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ആകെ ഇത്രയേ ഉള്ളൂ, ക്ലാസിക്കൽ ഒബ്സർവബിളിനെ ക്വാണ്ടം ഓപ്പറേറ്റർ ആക്കി മാറ്റുമ്പോൾ, ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ ആക്കി മാറ്റുമ്പോൾ യു ഹാവ് ടു ചേഞ്ച് എക്സ് ടു എക്സ് ക്യാപ്, and what it will do, it will simply multiply with x. So this is the function of x cap. Now you have to change p to p cap, and what this will do, tell me. Whenever you see a p cap momentum operator, what you have to do? What is the explicit form of minus h bar d by dx. If it is x component, then it is minus h bar d by dx. If it is y component, it is minus h bar d by dy, etc. So I think you all did the example, and you might have got corresponding answers. It's very easy. You just have to replace x with x cap, px with px cap, and you have to write the explicit form of x and px. That's it. ഇത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? ഇത് ഈക്വേഷൻ, ഇത് വലിയൊരു ഇക്വേഷൻ കണ്ടു ഇവിടെ, എൽ. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ എൽ. ആ ഇക്വേഷൻ ഓർത്തിരിക്കാൻ എളുപ്പ വഴിയുണ്ട്. എന്താണ്? ഇറ്റ് ഫോളോസ് എ കൈൻഡ് ഓഫ് പെർമ്യൂട്ടേഷൻ റിലേഷൻ, സർക്കുലാർ പെർമ്യൂട്ടേഷൻ. ഇവിടെ നോക്കുക, ഇപ്പോൾ സപ്പോസ് എൽ എക്സിൻ്റെതാണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ദർ ഇസ് എക്സ് ഓൾറെഡി, റൈറ്റ്? Then its equation, what is its equation? Lx is equal to ypz. ഇവിടെ നോക്കുക, അടുത്ത കോമ്പണന്റ് വരുന്നത് y ആണ്. കാർട്ടേഷ്യൻ കോമ്പണന്റ് വരുന്നത് y. സോ y ഫസ്റ്റ് x ആണ്, അടുത്തത് വരിക y ആണ്. നോക്കുക, ഈ ഓർഡറിലേ എപ്പോഴും വരുള്ളൂ. y കഴിഞ്ഞാൽ പിന്നെ മൊമെന്റത്തിന്റെ വരിക pz ആണ്. You see this? ypz. x ആണെങ്കിൽ lx ആണെങ്കിൽ ypz ആണ്. ypz ഈ ഓർഡറിലേ വരുള്ളൂ. ഇങ്ങനെ ഈ ഒരു സർക്കുലാർ പെർമ്യൂട്ടേഷൻ റിലേഷൻ എപ്പോഴും അത് ഫോളോ ചെയ്യും. ഇനി ypz കിട്ടി കഴിഞ്ഞാൽ zpy കിട്ടണമെങ്കിൽ നേരെ തിരിച്ചെഴുതിയാൽ മതി. യു ഹാവ് ടു റൈറ്റ് z ഹിയർ ഫസ്റ്റ് ആൻഡ് y സെക്കൻഡ്, py സെക്കൻഡ്. സോ ദാറ്റ്സ് ദ റിലേഷൻ. അങ്ങനെയാണ് നിങ്ങൾക്ക് അടുത്തൊക്കെ വളരെ എളുപ്പം പറയാൻ പറ്റും അല്ലേ? Ly എന്തായിരിക്കും? Ly ഇത് നോക്കാതെ തന്നെ പറയാം. Ly will be y കഴിഞ്ഞാൽ അടുത്ത ആരാണ്? y കഴിഞ്ഞാൽ അടുത്ത വരുന്നത് z ആണ്. സോ ഇറ്റ് വിൽ ബി z, then മൊമെന്റം p, z കഴിഞ്ഞാൽ അടുത്തത് x ആണ്. സോ zpx കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെഴുതിയാൽ മതി, xpz. കണ്ടോ? ഇങ്ങനെയെല്ലാം ഒരൊറ്റ ഈ ഒരു പെർമ്യൂട്ടേഷൻ റിലേഷൻ ഓർമ്മ വന്നു കഴിഞ്ഞാൽ മൂന്ന് കോമ്പണന്റ് ഇക്വേഷനും എഴുതാൻ വളരെ വളരെ എളുപ്പമാണ്. സോ യു ഷുഡ് കീപ് ഇൻ മൈൻഡ് ദോസ് റിലേഷൻസ്. പിന്നെ അതിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ ഇക്വേഷൻസും കൂടി എഴുതണം കേട്ടോ. അത് എഴുതി നോക്കുക. എല്ലാവരും എഴുതിയിട്ടുണ്ടാവുന്ന, വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുന്ന കരുതുന്നു. നൗ
I'm moving to second part, next part of this lecture. And ഇനി നിങ്ങൾക്ക് പ്രധാനമായിട്ട് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ആണ് കേട്ടോ. പോസ്റ്റുലേറ്റ്സ് എല്ലാ മോഡലിനും, എല്ലാ ഈ സയന്റിഫിക് മോഡലിനും എന്തുണ്ടാവും? ഇറ്റ് വിൽ ഹാവ് എ സെറ്റ് ഓഫ് പോസ്റ്റുലേറ്റ്സ്. ഇപ്പൊ ബോർ മോഡലിൽ ബോറിന്റെ ഒരു സെറ്റ് ഓഫ് പോസ്റ്റുലേറ്റ്സ് നിങ്ങൾ കണ്ടു. സോമർഫീൽഡ് ഓൾസോ ഹാസ് എ സെറ്റ് ഓഫ് പോസ്റ്റുലേറ്റ്സ്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓൾസോ ഹാസ് എ സെറ്റ് ഓഫ് പോസ്റ്റുലേറ്റ്സ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ഈ പോസ്റ്റുലേറ്റ്സ് 1 by 1 ആയിട്ട് പറയുന്നതിന് പകരം ഒരു എക്സാമ്പിൾ വഴി ആ പോസ്റ്റുലേറ്റ്സ് ഞാൻ ഓരോന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് കുറച്ചുകൂടി ഈസി. കാരണം പോസ്റ്റുലേറ്റ്സ് 1 by 1 ആയിട്ട് എടുക്കുമ്പോൾ it will be a little bit boring for you. So let me discuss the postulates. But before we discuss the postulates, let me tell you something about the probabilistic interpretation of wave function. Probabilistic interpretation of wave function. നമ്മൾ വേവ് ഫംഗ്ഷനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ചർച്ച ചെയ്തില്ല അല്ലേ? So we will discuss something about wave function. Wave function is usually written using the letter capital letter psi or small letter psi. Sometimes we used to write phi also, or capital phi. This is capital phi. Okay, wave function കാണിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന symbols ആണ്. So you should keep in mind this. Now, ഈ probabilistic interpretation എന്താണെന്ന് വെച്ചാൽ വേവ് ഫംഗ്ഷൻ, ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സൈ ആണ് അല്ലേ? Psi is known as wave function, or sometimes known as state function. Wave function എന്താണ് നമ്മൾക്ക് തരുന്നത്? What the wave function will do? നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ഇക്വേഷൻ എന്താണ്? H cap psi is equal to E psi ആണ് അല്ലേ? E psi. ഇവിടെ വേവ് ഫംഗ്ഷൻ എവിടെ നോക്കിയാലും ക്വാണ്ടം മെക്കാനിക്കൽ ഇക്വേഷനിൽ you will see that wave function is there. So what information this wave function will give it to us? ഇതെന്താണ് ഇൻഫർമേഷൻ തരുക? വേവ് ഫംഗ്ഷൻ വേവ് എന്ന് ഒരു പേര് കാണാം ഇവിടെ അല്ലേ? There is a wave function has a word wave. So actually this is the sometimes this is referred to as the amplitude of matter wave. Amplitude of matter wave. നമ്മളിപ്പോ മാറ്ററിനെ കുറിച്ച്, മാറ്റർ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഇലക്ട്രോണിന്റെ കേസിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺ ഡി ബ്രോഗ്ലി സെഡ് ദിസ് ഇലക്ട്രോൺ വിൽ ആക്ട് ആസ് എ വേവ് ഓൾസോ. ഈ വേവിന്റെ ഈ ആംപ്ലിറ്റ്യൂഡ് ആണ്, സംടൈംസ് വി സേ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ് ആസ് വേവ് ഫംഗ്ഷൻ. ഈ വേവ് ഫംഗ്ഷന്റെ ആംപ്ലിറ്റ്യൂഡ് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഈ വേവ് ഫംഗ്ഷനെ കുറിച്ച് അറിയാമെങ്കിൽ, we will get lot of information about the system. ഈ സിസ്റ്റത്തെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഒരുപാട് എന്നല്ല, ഓൾമോസ്റ്റ് ഓൾ ഇൻഫർമേഷൻ. എല്ലാ ഇൻഫർമേഷനും പിന്നെ ഈ വേവ് ഫംഗ്ഷൻ്റെ അകത്താണ് ഇരിക്കുന്നത്. സോ ഇറ്റ്സ് സംതിങ് ലൈക്ക് എ ട്രഷർ ബോക്സ്. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ നിങ്ങൾക്കൊരു ക്വാണ്ടം മെക്കാനിക്കൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റിയാൽ, ആ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആ വേവ് ഫംഗ്ഷൻ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ തരും. ജസ്റ്റ് ലൈക്ക് ഇഫ് യു ഗെറ്റ് സംതിങ് ലൈക്ക് എ ട്രഷർ ബോക്സ്. നിങ്ങൾക്ക് ഒരു ട്രഷർ ബോക്സ് കിട്ടിയാലുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഈ വേവ് ഫംഗ്ഷൻ സോൾവ് ചെയ്താൽ കിട്ടും.
അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ക്വാണ്ടം മെക്കാനിക്സിലെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഇതാണ്. പോസ്റ്റുലേറ്റ് നമ്പർ 1. Postulate number 1 is about the wave function. About the wave function. ഏറ്റവും സിമ്പിൾ ആയിട്ട് ആ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് പറയുക എങ്ങനെയാന്ന് വെച്ചാൽ, ഇവിടെ ഈ വേവ് ഫംഗ്ഷനിലാണ് ഒരു സിസ്റ്റത്തിന്റെ എല്ലാ ഇൻഫർമേഷനും അടങ്ങിയിരിക്കുന്നത്. സോ ഇഫ് യു ഗെറ്റ് ദ വേവ് ഫംഗ്ഷൻ, യു ഗെറ്റ് എവറി ഇൻഫർമേഷൻ അബൌട്ട് ദ സിസ്റ്റം. നിങ്ങൾ ഏത് സിസ്റ്റത്തെ കുറിച്ചാണ് പഠിക്കുന്നത് നോക്കുക. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ വേവ് ഫംഗ്ഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് വേവ് ഫംഗ്ഷൻ അറിയാമെങ്കിൽ I will get almost every information about the system. This is what is called first postulate of quantum mechanics. So say first postulate says state of a system is completely specified by its wave function. State ഇത് സാധാരണ ഈ പഠിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ സാധാരണ essay question ആയിട്ട് ചോദിക്കുന്നതാണ് postulates of quantum mechanics. So it simply is, first postulate is state of a system is completely specified by its wave function. So if you know the wave function, you have all information about the system. Okay, അതിന്റെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത പോസ്റ്റുലേറ്റ് ഇതാണ്. കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റേറ്റ് ഓഫ് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ബൈ എ ഫംഗ്ഷൻ psi, and that is called wave function, which depends on the coordinates of the particle and on time. So this wave function, state of a system is completely specified by its wave function, which depends on what? Which depends on coordinates x, y, z and on time. So it changes with respect to time. Wave function change according to time. ഒരു സമയത്തുള്ള wave function ആയിരിക്കില്ല അടുത്ത സമയത്ത്. So it depends on time also. അപ്പോൾ wave function ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? കോർഡിനേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. So this is called postulate number 1. ആ പോസ്റ്റുലേറ്റിലാണ് നമ്മൾ പ്രോബബിലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ കൂടി തരുന്നത്. ഈ പ്രോബബിലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ തന്നിരിക്കുന്നത് ആരാണ്? കുറച്ച് മുമ്പേ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു പിക്ചർ കാണിച്ചു. സോ ഹീസ് മാക്സ് ബോൺ who gave മാക്സ് ബോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Anybody heard about the scientist Max Born? It's a German physicist who gave a probabilistic interpretation of wave function. ഇദ്ദേഹം പറഞ്ഞത് ഇതാണ്, wave function as such is no significance. Wave function അത് മാത്രം കൊണ്ട് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. But when you multiply wave function psi with its complex conjugate എന്താണെന്നറിയാലോ? ഒരു നമ്പറിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. കോംപ്ലക്സ് കോൺജുഗേറ്റ് വിത്ത് psi itself. ഞാൻ എന്താ ചെയ്യുന്നത്? psi സ്റ്റാറിനെ psi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. So this is usually represented by mod psi square. It is called probability density. This is called probability density. And if you multiply this probability density with say a small distance, dx is some distance x2 minus x1. അപ്പോൾ ആ ഒരു ചെറിയൊരു ഡിസ്റ്റൻസിലുള്ള, സപ്പോസ് ദിസ് ഇസ് x1 ആൻഡ് ദിസ് ഇസ് x2, ആ ഡിസ്റ്റൻസിൽ ഒരു സബാറ്റമിക് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണിത്. ദിസ് ഈസ് കോൾഡ് പ്രോബബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ? പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് കേട്ടോ. പ്രോബബിലിറ്റി.
അപ്പോൾ മാക്സ് ബോൺ പറഞ്ഞത് ഇതാണ്, psi which is called wave function as such has no significance, but its psi star psi which is called mod psi square will give you probability density when it is multiplied with dx. Dx will give you the probability of finding a particle within this small distance. Within this small distance electron കാണാം. ഇനി അത് dx മാത്രമല്ല, ഇപ്പൊ psi എന്ന് പറയുന്നത് എന്താണ്, 3-dimensional function ആണ് അല്ലേ? നമ്മൾ തിരിച്ചു പോവാം. Psi is a 3-dimensional function. Forget about time dependence. Suppose psi is psi x y z. Assume that it doesn't depend upon time. അപ്പോൾ psi star ഈ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്താണെന്ന് അറിയാലോ, psi star. Suppose I have a number z is equal to 3 plus 4i. 3 plus 4i. For what is I? ഇതൊരു റിയൽ നമ്പർ ആണോ കോംപ്ലക്സ് നമ്പർ ആണോ? That's my question. Is it a real number? Complex. Yes, it's a complex number. അപ്പോൾ നിങ്ങൾ കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എന്താണ്? What is the complex conjugate of this number? 3 minus 4. Yes, കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് നമ്മൾ സാധാരണ എഴുതുക എങ്ങനെയാ? Z star കൊണ്ടാണ് അല്ലേ? Z star. So Z star is equal to 3 minus 4i. നിങ്ങൾ ഒരു നമ്പറിനെ, ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആക്കാൻ എന്താ ചെയ്തത്? What you have done? To change a number, complex number to its imaginary part in the sign. Imaginary I യുടെ സൈൻ ചേഞ്ച് ചെയ്യാണ് വേണ്ടത്. കറക്റ്റ്. I should be replaced with minus I. To change a number to its complex number to its complex conjugate, what you have to do is to change your imaginary I to minus I. I minus I ആക്കി മാറ്റുകയാണ് വേണ്ടത്. അത്രേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. So what is Z is equal to, suppose Z is equal to 5. Z 5 ആണെങ്കിൽ what is Z star? What is Z star? Z star എന്താണ്? Anyone? 5. Z star 5 തന്നെയാണ് അല്ലേ? Because there is no I ഉണ്ടോ എന്ന് നോക്കേ വേണ്ടുള്ളൂ. I ഉണ്ടെങ്കിൽ മൈനസ് I ആക്കുക. Now suppose Z is equal to e raised to minus alpha x square, where alpha is a real number. അല്ലെങ്കിൽ ആൽഫയ്ക്ക് പകരം ഞാൻ ഒരു നമ്പർ എഴുതാം. Say if I write 2x square. So what is Z star? What is Z star? What is the complex conjugate of e raised to minus 2x square? E raised to minus 2x square. Yes, it is simply e raised to minus 2x square itself. അവിടെ I ഉണ്ടോ? I ഉണ്ടോ നോക്കിയാൽ മതി. Imaginary I ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് that should be replaced with minus I. Now ഇപ്പൊ ഇവിടുന്ന് ഈ ഒരു ഇക്വേഷൻ നോക്കുക. Z is equal to 5, Z star is equal to 5. So if there is a, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ട് സെയിം ആണ് അല്ലേ? 5 5 എന്നാണുള്ളത്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണോ? So left hand side also is Z star. Same. So that is Z is equal to Z star. This is condition. What is the condition? What does this tell you? Anyone? If Z is equal to Z star, then what does this tell you? Left hand side Z is equal to Z star. 2 5 1. Z star it's a condition that the number is not a complex number, it's a real number. ഒരു റിയൽ നമ്പർ ആണെന്നതിനുള്ള പ്രൂഫാണ് അത്. If Z is equal to Z star. അതേസമയം ഇവിടെ നോക്കുക, നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. ബാക്കിയൊക്കെ ഞാൻ വായിച്ചേക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഫസ്റ്റ് എക്സാമ്പിളിൽ Z star ആണോ? Is Z is equal to Z star? No. Z star same ആണ്? No, it's not same. They are not same. If Z is not equal to Z star, then it's a complex number. It's a complex number. So ഇനി ഞാൻ പറഞ്ഞു വന്നത്, ഇനി if you multiply Z with
or complex conjugate z star with z, what you get? എന്താണ് നിങ്ങൾക്ക് കിട്ടുക? Z സ്റ്റാറിനെ Z കൊണ്ട് വേണം. ഈ സ്റ്റാർ ഇടുന്നതിനാ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. The star mark is usually written to indicate that the number is the complex conjugate. So നിങ്ങൾ കോംപ്ലക്സ് കോൺജുഗേറ്റിനെ ആ നമ്പർ കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് കിട്ടുക? Tell me quickly. So Z star എന്താണ്? ഇവിടെ എഴുതി നോക്കുക. Z star എന്താണ്? 3 minus 4i. Z എന്താണ്? Z is 3 plus 4i. ഇത് രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? പെട്ടെന്ന് പറയാം ആൻസർ. 3 minus 4i plus into 3 plus 4i. What is the answer? Yes, exactly. Answer is 25. Answer is 20. കിട്ടാത്തവരൊന്ന് ചെയ്തു നോക്കുക. അത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. പഠിച്ച +2 പഠിച്ചാണ്. അപ്പൊ ആൻസർ 25 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോൺ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾ നോക്കുക. ബോൺ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? ബോൺ സെറ്റ് psi star psi into dx. If psi is only one dimension, psi ഒരു one dimension മാത്രമാണെങ്കിൽ psi നമ്മൾക്ക് one dimension ആയിട്ട് എടുക്കാം. Then it is psi x. If wave function depends only along x direction, that is one dimensional function, then it is psi x. So psi x star psi x dx. Psi x into dx. ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതുന്നത് psi star psi dx. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. psi dx. അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടി ചുരുക്കിയിട്ട് എഴുതുക മോഡ് psi സ്ക്വയർ dx. ഇങ്ങനെ എഴുതുക. കുറച്ചുകൂടി ചുരുക്കി എഴുതുന്നു. These are all same. എല്ലാം സെയിം ആണ്. ഇവിടെ ബോൺ പറഞ്ഞത് എന്താണ്? This mod psi square. Mod psi square എന്ന് പറഞ്ഞാൽ എന്താണ്? Psi star psi multiplied by the small distance dx will give you the probability of finding the particle within that small distance dx. And if it is 3 dimension ആണെങ്കിൽ എങ്ങനെ വരും? ഇതിന്റെ തന്നെ 3 dimensional വേർഷൻ എങ്ങനെയാണ്? 3 dimension എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? psi x y z ആണ് അല്ലേ? അപ്പൊ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് psi star x y z multiplied by psi x y z into dx into dy into dz. അല്ലേ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. So that means there is a small volume, small distance along x. So this is dx. There is a small volume along y. This is dy. There is a small volume along z. This is dz. So if you connect this, you will get a cube. Small volume. Cube may not be cube, but if all dx, dy, dz are same, then it is a cube. Otherwise, it's a cuboid, right? So it's a small volume. ഇതൊരു ചെറിയൊരു വോളിയം കിട്ടി. So this is usually known as usually represented by d tau. ആ സിമ്പിൾ tau എന്നാണ് കേട്ടോ. TAU, tau. Quantum mechanics, that small volume is usually written as d tau, which is known as volume element. അതാണ് വോളിയം എലമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ നമ്മൾക്ക് ഇനി എങ്ങനെ പിന്നെ പ്രോബബിലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് മോഡുലസ് psi square multiplied by a small volume will give you the probability of finding the subatomic particle in that small volume element. അപ്പോൾ അതാണ് മാക്സ് ബോണിന്റെ ഇന്റർപ്രിട്ടേഷൻ. It is called probabilistic interpretation of wave function. Wave function probability. So Max Born പറഞ്ഞ ഇതാണ്, wave function as such doesn't have a big significance, but when this psi complex conjugate of psi multiplied by psi, which is the modulus psi square,
which is the probability density when multiplied with volume element, small volume element d tau, will give you the probability of finding the electron in that volume. ആ വോളിയത്തിന്റെ അകത്ത് ഇലക്ട്രോണിനെ കാണാനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സബാറ്റമിക് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി ആണ് ആര് തരുന്നത്? ഈ ഒരു ഇക്വേഷൻ തരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇക്വേഷൻ psi square d tau. Mod psi square d tau. What is psi? What is psi? Psi is this. Psi is psi xyz. അപ്പോൾ മോഡ് സൈ സ്ക്വയർ എന്ന് എഴുതിയ ഉടനെ നിങ്ങൾ എന്ത് എഴുതാൻ പാടില്ല? മോഡ് സൈ സ്ക്വയർ എന്ന് എഴുതിയ ഉടനെ ഒരിക്കലും എങ്ങനെ എഴുതാൻ പാടില്ല? സൈ ഇൻറ്റു സൈ എന്ന് എഴുതാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് സൈ ഇൻറ്റു സൈ, ഇറ്റ് ഈസ് സൈ സ്റ്റാർ സൈ. സൈ സ്റ്റാർ മൾട്ടിപ്ലൈഡ് ബൈ സൈ ആണ് കേട്ടോ. മൾട്ടിപ്ലൈഡ് ബൈ സൈ ഇൻറ്റു ഡി ടൗ. ഓർ വാട്ട് ഈസ് സൈ? സൈ ഈസ് സൈ ഓഫ് എക്സ് വൈ സെഡ്. ഈ കാര്യം ഓർത്ത് നോക്കുക. ദിസ് ഈസ് വാട്ട് മാക്സ് ബോൺ സെറ്റ്. ഇനി ഞാൻ എന്തിനാണ് മോഡ് സൈ സ്ക്വയർ എടുക്കുന്നത്? ആ കാര്യം ഒന്ന് നോക്കാം. Why did I take mod psi square? അല്ലെങ്കിൽ മോഡ് ഇവിടെ z സ്റ്റാർ z ന്ന് ഇത് this is z star z അല്ലേ? ഇതിനെങ്ങനെ എഴുതാം? ചുരുക്കി എങ്ങനെ എഴുതാം? This can be written as mod z square. That is z star z. And what you get? The answer you get is 25. നിങ്ങൾ എടുത്തിരിക്കുന്ന സെഡും സെഡ് സ്റ്റാറും കോംപ്ലക്സ് ആണ്. പക്ഷെ കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണ്? കോംപ്ലക്സ് നമ്പർ ആണോ കിട്ടിയിരിക്കുന്നത്? റിയൽ നമ്പർ ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? നമ്മൾക്കറിയാം പ്രോബബിലിറ്റി ഒരിക്കലും ഇമാജിനറി ആവാൻ പാടുണ്ടോ? പ്രോബബിലിറ്റി ക്യാൻ നെവർ ബി ഇമാജിനറി. It should never be imaginary. It should be a real number. So that's why we are taking z star z or psi star psi. Appo psi star psi aanu. Psi is usually a real number. Psi may be a real number or complex. Psi can be real or complex. Wave function real agam, complex number agam. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ എടുക്കാൻ പാടില്ല, psi into psi എന്ന് എടുക്കാൻ പാടില്ല. Because then it will lead to a complex probability. അപ്പോൾ പ്രോബബിലിറ്റി ഒരു കോംപ്ലക്സ് ഇമാജിനറി നമ്പർ ആയിട്ടാണ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ psi star psi എന്ന് എഴുതുന്നത്. Is that understood? Yes or no? Yes sir. Yes. അപ്പോൾ നമ്മൾക്ക് മാക്സ് ബോൺ പറഞ്ഞത് അതാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ പിന്നെ +2 atomic orbital definition പഠിച്ചിട്ടുണ്ടാവും അല്ലേ? What is the definition of an atomic orbital? ആരെങ്കിലും ഒരാൾ പറയൂ. Definition of an atomic orbital. Probability of finding an electron. Yes, it is the probability of finding an electron around the nucleus. എന്നാണ് പറഞ്ഞത് അല്ലേ? എന്നാണ് പഠിച്ചത്? Probability of finding an electron around nucleus. ഈ probability എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നിരിക്കുന്നതാണ് ആര്? മാക്സ് ബോൺ. മനസ്സിലായോ? സോ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി. നമ്മൾക്ക് ഇലക്ട്രോൺ അവിടെ തന്നെ ഉണ്ട്, ഒരു പൊസിഷൻ, പ്രത്യേക പൊസിഷനിൽ ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? Can we say that electron is there? പറയാൻ പറ്റുമോ? Yes or no? ഒരു ആറ്റത്തിന്റെ ചുറ്റും, suppose this my hydrogen atom, can I say electron is here? Yes or no? No sir. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? That's my question. ഒരു ഇലക്ട്രോണിന്റെ പൊസിഷൻ നമുക്ക് Yes, exactly. Fatima, you're right. So ഇലക്ട്രോണിന്റെ പൊസിഷൻ കൃത്യമായി, പൊസിഷനും മൊമെന്റോ ഒരിക്കലും കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. If we specify position, its momentum becomes fully uncertain. If its momentum is pinpointed, then its position is fully uncertain. Heisenberg's uncertainty principle applicable ആണ് ഇനിയുള്ള എല്ലാ കേസിലും അല്ലെ? ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ ഓരോ പാർട്ടിക്കിളും ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ബാധകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇലക്ട്രോൺ ഒരു പ്രത്യേക പൊസിഷനിലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രോബബിലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷനിൽ പറയുന്നത് ഇലക്ട്രോൺ അവിടെ കാണാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. There may be a probability for finding the electron. So അങ്ങനെ നമ്മൾ 1s അറ്റോമിക് ഓർബിറ്റലിന്റെ പ്രോബബിലിറ്റി നോക്കിയാൽ ഇങ്ങനെ എനിക്ക് കിട്ടും. ഇങ്ങനെ ഒരുപാട് ഇവിടെ പ്രോബബിലിറ്റി, ഈ ഭാഗത്ത് പ്രോബബിലിറ്റി കൂടുതൽ, ഈ ഭാഗത്ത്
അകലുന്നതോറും പ്രോബബിലിറ്റി കുറഞ്ഞു വരും. സോ ഇറ്റ് ബിക്കംസ് എ സ്ഫെറിക്കൽ ഷേപ്പ്. അത് കൂട്ടി വെച്ചിട്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്ഫിയർ, ഒരു സ്ഫിയർ ആയിട്ട് കാണാം. അതേസമയം ഇവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഇല്ല എന്നർത്ഥമില്ല. വളരെ അകലെയും ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. മനസ്സിലായോ? ഇവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ബട്ട് ദ പ്രോബബിലിറ്റി ഈസ് വെരി ലെസ്, വളരെ ലെസ് ആണ്. അതുകൊണ്ട് നമ്മളത് നെഗ്ലക്ട് ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സ്ഫിയർ. ദാറ്റ്സ് വൈ വി സേ atomic orbital of 1s atomic orbital is spherical in shape. Is that understood? Yes. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. So now we are moving ahead. പാർട്ടിക്കിളിനെ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? മാക്സ് ബോൺ ഇന്റർപ്രിട്ടേഷൻ ആണ് അല്ലേ? ബോൺ ഇന്റർപ്രിട്ടേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ. So let me define the postulate in a little more detail. Postulate number 1. Postulate 1 fully is ഞാൻ ആദ്യം എഴുതി state of a quantum mechanical system. State of a quantum mechanical, I will write it short, QM, quantum mechanical system is completely specified by a wave function, wave function അല്ല, a function psi x y z t that depends on the coordinates of the particle, on the coordinates of the particle and on time. This function called wave function or state function, sometimes known as state function, has the property that psi star x y z multiplied by psi x y z ഒരു ടി കൂടി ഉണ്ട് കേട്ടോ, സോറി, ഇതിന്റെ കൂടെ എക്സ് വൈ സെഡ് കോമ ടി. സോ എക്സ് വൈ സെഡ് ടി ഡി എക്സ് ഡി വൈ ഡി സെഡ് is the probability that the particle lies in the volume element, dx dy dz located at x y z at the time t. So this is the complete form of postulate number 1. ഇതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു അല്ലേ?
പറഞ്ഞില്ലേ? എല്ലാ കാര്യവും വളരെ വൃത്തിയായിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു. അതിൽ കുറച്ച് ഭാഗം മാത്സ് ബോൺ ഇന്റർപ്രിട്ടേഷൻ ആണ്. സോ ഒരു ഇതിന്ന് ആകെ മനസ്സിലാക്കേണ്ട ഇതാണ്. Postulate 1 will tell you our wave function is a kind of treasure box. And if you can hunt this treasure box, you got everything about the every information about the system. അപ്പോൾ ഇതൊരു ട്രഷർ ഹണ്ട് ആണ് ശരിക്കും. ഇപ്പോൾ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പിന്നെ മോഡൽ, ഈ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ട്രഷർ ഹണ്ട്. നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്കൽ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് സൈ കണ്ടുപിടിക്കാനായാൽ യു ഗോട്ട് ദ ആൻസർ, യു ആർ ലക്കി, യു ഗോട്ട് ദ ആൻസർ. സോ അതാണ് നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് ചെയ്യുന്നത്. അതാണ് നമുക്കൊരു ഷ്രോഡിംഗർ ഇക്വേഷൻ ഉണ്ടാവും. ആ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൽ വേവ് ഫംഗ്ഷൻ ഉണ്ടാവും. അതിൽ വേവ് ഫംഗ്ഷൻ അൺനോൺ ആണ്. വേവ് ഫംഗ്ഷൻ ഈസ് നോട്ട് നോൺ. സോ ആ അൺനോൺ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ ട്രഷർ ബോക്സ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആകെയുള്ള ഈ ചാപ്റ്ററിൽ മൊത്തത്തിലുള്ള കാര്യം. മനസ്സിലായോ? സോ അതിന് 1-2 നല്ല എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരും, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. ഇനി ഈ വേവ് ഫംഗ്ഷനെ കുറിച്ച് ക്വാളിറ്റീസ് ഒക്കെ വേണം. എല്ലാ ഫംഗ്ഷനും വേവ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ wave function? That is my second discussion. So qualities of a wave function. Qualities of a wave function. നമുക്കറിയാം ഫംഗ്ഷൻ ഒരുപാടുണ്ട് അല്ലേ? ഫംഗ്ഷൻ f of x can be say x cubed. ഇതൊരു ഫംഗ്ഷൻ ആണ്. f of x can also be some maybe some other x. Say this is f1x, f2 of x may be e raised to minus ix. This function ആണ്. f3 some other function, f3 of x, this may be e raised to minus alpha x square, where alpha is a constant. The other function ആണ്. Then f4x cos x, it's another function അല്ലേ? ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസ് ഒക്കെ വേവ് ഫംഗ്ഷന് ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഡിസ്കഷൻ. Okay, so let me tell you what are the qualities of a good wave function. അതിൽ ആദ്യത്തെ ക്വാളിറ്റി ഇതായിരിക്കണം. ഒരു വേവ് ഫംഗ്ഷൻ, the first quality of wave function is that it should be continuous. Continuousന്റെ സ്പെല്ലിംഗ് അത് തന്നെയാണോ? Continuous ഇല്ലല്ലേ? ആണെന്ന്. Okay, leave it. So it should be continuous. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. വേറെ ഒരു സ്ഥലത്തും ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകാൻ പാടില്ല. ചില ഫങ്ഷൻസ് നിങ്ങൾക്ക് കാണാം. Say if I plot so this is x and y. Suppose if I plot this is x and f of x. ഇതാണ് എൻ്റെ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുന്നത്. ഞാൻ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യണം. അവിടെ എനിക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടി നോക്കുക. Assume that this is my function. ഇത് ഏത് ടൈപ്പ് ഫംഗ്ഷൻ ആണ്? നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടാവില്ലേ? ആ ഫംഗ്ഷന്റെ ഫംഗ്ഷണൽ ഫോം എന്താണ്? ആരെങ്കിലും പറയാൻ പറ്റുമോ? മാത്സിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടുന്നത് ഏത് ഫംഗ്ഷനാണ്? 1/x. അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ടേമിൽ എങ്ങനെ പറയാം? Exponential term is more like e raised to minus x, e to the power minus x. ആ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്ത് എനിക്ക് ഇങ്ങനെ കിട്ടുക. ഇതൊരിക്കലും എക്സ് ആക്സിസിൽ മുട്ടൂല കേട്ടോ. ഇങ്ങനെ അനന്തമായിട്ട് അങ്ങോട്ട് പോകും, ഇങ്ങനെ പോകും. So it's called exponential decay function. ഇത് e raised to minus x.
സപ്പോസ് എൻ്റെ വൈവ് ഫംഗ്ഷന്റെ ലിമിറ്റ് ഇതാണെന്ന് കരുതുക 0 to infinity. 0 to infinity is my limit. അതിൻ്റെ ഇടയിലാണ് എൻ്റെ വേവ് ഉള്ളതെന്ന് കരുതുക. 0നും ഇൻഫിനിറ്റിക്കും ഇടയിൽ എന്ന് വെച്ചാൽ 0നും ഇൻഫിനിറ്റിക്ക് ഇടയിൽ എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? The boundary of x is equal to 0 and x is equal to infinity. That is the boundary. അപ്പോൾ x is equal to 0 ആണെങ്കിൽ what is e raised to minus x? If x is equal to 0, what is e raised to minus x? Tell me. 1. Exactly. It is e raised to minus 0. X ന് പകരം 0 കൊടുക്കുക. E raised to minus 0 is e raised to 0. E raised to 0. Sorry, 1 by e raised to 0. Right? 1 by e raised to 0. That is 1 by 1 is 1. Or e raised to 0 നടത്താൽ മതി അല്ലേ? Okay, right. Now, x is equal to infinity. X is equal to infinity ആണെങ്കിൽ x is equal to infinity. അങ്ങനെയാണെങ്കിൽ what is e raised to minus x? 0. Again, it is e raised to minus x ന് പകരം infinity കൊടുക്കുക. e raised to minus infinity. That is 1 by e raised to infinity. 1 by e raised to infinity is 1 by infinity. 1 by infinity is 0. 1 by infinity is 0. അപ്പൊ എന്റെ കർവില് 0ന് ഇപ്പൊ സപ്പോസ് ദിസ് ഇസ് x is equal to 0. അപ്പൊ ഈ കർവ് എവിടെയാണ് മുട്ടുന്നത്? റെഡ് കർവ് എവിടെയാണ് മുട്ടുന്നത്? y ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് എന്തായിരിക്കും? y ആക്സിസിൽ ഇത് ഇവിടെ ടച്ച് ചെയ്യാണ് അല്ലെ? ഈ ഒരു പോയിന്റ് എത്രയായിരിക്കും നമ്പർ? മനസ്സിലാകുന്നില്ലേ? ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നില്ലേ? x is equal to 0 ആണ്. ഇവിടെ നോക്കുക x is equal to 0. x is equal to 0 ആണെങ്കിൽ what is f of x? 1. f of x is 1. f of x is 1. That means here the number is 1. Here the number is 0. ഇനി ഇത് പിന്നെ f of x 0 ആണെങ്കിൽ എവിടെ വരെ നമ്മൾ വരക്കണം? ഇതിപ്പോ 0 1 2 3 4 5 6 ഇങ്ങനെ പോകുന്നു കരുതുക. അപ്പൊ f of x 0 ആവുന്നത് എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലാണ്. നോക്കുക, ഇത് 0 കിട്ടിയത് എനിക്ക് എപ്പോഴാ? x is equal to infinity. എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി വരെ എനിക്ക് ഇങ്ങനെ വരക്കണം. ദാറ്റ്സ് ഇമ്പോസിബിൾ. അപ്പൊ ഇൻഫിനിറ്റിയിൽ മാത്രമേ അത് x is equal to 0 ആവുള്ളൂ. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷൻ ആണ്. മനസ്സിലായോ? ഇത് നമ്മൾക്കൊരു വേവ് ഫംഗ്ഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ വേവ് ഫംഗ്ഷന്റെ ഒരു ക്വാളിറ്റി എന്താണ്? ഒരു ക്വാളിറ്റി ഇതാണ്, ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്. എവിടെയെങ്കിലും ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കുക. ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കുക. ഉണ്ടോ? ഡിസ്കണ്ടിന്യൂറ്റി എനിവേർ? സീറോയ്ക്കും ഇൻഫിനിറ്റിക്കും ഇടയിൽ എവിടെയെങ്കിലും ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ നോക്കുക. ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ ടാനക്സിന്റെ ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടാവും അല്ലെ? ടാനക്സ് ഫംഗ്ഷൻ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? ടാനക്സ് ഫംഗ്ഷൻ എങ്ങനെയാണ് വരിക? ടാനക്സ് ഞാൻ ഇവിടെ വരക്കാം. ടാനക്സ് ഇങ്ങനെ വരും. ഇതേ ഫംഗ്ഷൻ. ഇഫ് ഐ പ്ലോട്ട് ദിസ് ഫംഗ്ഷൻ, പ്ലോട്ട് ടാനക്സ്, ദാറ്റ് ഈസ് മൈ f of x is tan x. f of x is tan x. tan x നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. So this is x, this is f of x. f of x is tan x. tan x നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ കുറെ ലൈൻ അല്ലെ? ഇങ്ങനെയല്ലേ tan x വരിക? അപ്പൊ തമ്മിൽ there is a discontinuity, large discontinuity. ഇത് രണ്ട് ലൈൻസും തമ്മിൽ കണക്ടിവിറ്റി ഒന്നുമില്ല. At some point it goes to infinity അല്ലേ? So there is a large discontinuity in this function f of x, tan x. അതുകൊണ്ട് നമ്മൾക്ക് tan x ഒരു വേവ് ഫംഗ്ഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. tan x cannot be regarded as a wave function because it's not continuous. There is a discontinuity at some point, so it's not continuous. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ suppose you have a function of this kind. You have a function of this case. Say this is x,
ദിസ് ഇസ് എഫ് ഓഫ് എക്സ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ദർ ഇസ് എ ലാർജ് ഡിസ്കണ്ടിന്യൂറ്റി ഹിയർ. ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഇവിടെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ കനോട്ട് ബി റിഗാർഡഡ് ആസ് എ വേവ് ഫംഗ്ഷൻ. സോ വേവ് ഫംഗ്ഷന്റെ ഒന്നാമത്തെ ക്വാളിറ്റി ഇതാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ e raised to minus x കണ്ടിന്യൂസ് ആണോ അല്ലയോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. കണ്ടിന്യൂസ് ആണ്. Continuous ആണ്. e raised to minus x കണ്ടിന്യൂസ് ആണ്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, എവിടെയും ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല. ഉണ്ടോ? There is no discontinuity. So it should be a continuous function. So ഒന്നാമത്തെ ക്വാളിറ്റി ആര് ഒബേ ചെയ്തു? e raised to minus x എന്ന് പറയുന്ന ഫംഗ്ഷൻ obeys that it is continuous. അപ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റി മാത്രം പോരാ, there are other qualities that also should obey. Second quality is it should be single valued. ആര്? Our wave function should be single valued. സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കണം. എന്താണ് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഫംഗ്ഷന് ഒരു എക്സ് കൊടുത്ത്, എക്സിന് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷന് 2 വാല്യൂ കിട്ടാൻ പാടില്ല. അതാണ് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. കേട്ടോ, ഞാനിത് നേരത്തെ പ്ലോട്ട് ഇവിടെ വരക്കാം. ഇനി ഇതിൽ എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. എക്സിന് e raised to minus x എന്നുള്ളതാണ് എൻ്റെ f of x അല്ലേ? ഇവിടെ എക്സിന് ഞാൻ 0 കൊടുത്തു. സോ f of 0 is e raised to minus 0, that is 1. ഇനി f of 1 കൊടുത്തു നോക്കുക. f of 1 is e raised to minus 1, that is 1 by e അല്ലേ? ദാറ്റ്സ് എ സിംഗിൾ നമ്പർ ആണത്, അതൊറ്റ നമ്പറാണ്. Now f of 2 is e raised to minus 2, that is 1 by e square. It's another number. E എന്ന് പറയുന്നത് ആ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒറ്റ നമ്പറേ കിട്ടുള്ളൂ അല്ലെ? നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി f of infinity is e raised to minus infinity, that is 1 by e raised to infinity, that is 0. ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് അല്ലെങ്കിൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സിന് ഒറ്റ വാല്യൂ മാത്രമേ കിട്ടുന്നുള്ളൂവെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ. ഇനി വേറൊരു കേസ് നോക്കാം. ലെറ്റ്സ് ടേക്ക് അനദർ കേസ്. Let me remove this. Sorry. വേറൊരു ഫംഗ്ഷൻ. Let's take this function. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ആണ് അല്ലേ? ആ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്താണ്. ഈ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്താണ്. എഫ് ഓഫ് എക്സ് ഈ ഫോമിലുള്ള എഴുതാം. എൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 5 എന്നുള്ള നോക്കാം. ഈ 5 എക്സ് 5 വരുമ്പോൾ എഫ് ഓഫ് എക്സിന് എത്ര വാല്യൂ വരും? വാല്യൂ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പറയണ്ട, എത്ര വാല്യൂ വരും എന്ന് പറഞ്ഞാൽ 3 വാല്യൂ വരും അല്ലേ? എഫ് ഓഫ് എക്സിന് ഏത് വാല്യൂ വരും? ഇത് ഒരു എഫ് ഓഫ് എക്സ് വാല്യൂ ആണ്. അതിവിടെ ഇവിടെയാണ് എനിക്ക് എഫ് ഓഫ് എക്സ് കിട്ടുക. ഒരു എഫ് ഓഫ് എക്സ് വാല്യൂ ഇവിടെ കിട്ടും. പിന്നെ അതിന്റെ മേലേക്ക് അതേ 5 തന്നെ എനിക്ക് വേറൊരു എഫ് ഓഫ് എക്സ് വാല്യൂ ഇവിടെ കിട്ടും. ഐ വിൽ ഗെറ്റ് 1 എഫ് ഓഫ് എക്സ് വാല്യൂ ഹിയർ അല്ലേ? അതേ 5 തന്നെ എനിക്ക് വേറൊരു എഫ് ഓഫ് എക്സ് വാല്യൂ ഇവിടെ കിട്ടും. സോ ഒറ്റ ഒരു എക്സ് വാല്യൂവിൽ 3 എഫ് ഓഫ് എക്സ് വാല്യൂ എനിക്ക് കിട്ടും. ദാറ്റ് മീൻസ് the function is not single valued, it is multi-valued function. So this function is multi-valued function. Multi-valued function ആണെങ്കിൽ it cannot be regarded as a wave function. നമ്മൾ നേരത്തെ കുറച്ച് മുമ്പത്തത് സിംഗിൾ വാല്യൂഡ് ആണോ multi-valued ആണ്? e raised to minus x, is it a single valued function or multi-valued? Single Single value. value. Yes, you are right, it is a single value. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും ആരും ഒബേ ചെയ്തു? e raised to minus x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒബേ ചെയ്തു.
So f of x is e raised to minus x also obeys the quality as a single valued function. Now third property is it should be finite. Third property is our wave function or our function should be finite. Should be finite. എന്നുവെച്ചാൽ എന്താണ് അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? എക്സിന് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ if I give x some value f of x should be less than infinity, less than or equal to infinity. Oh, sorry, it should be less than infinity. Infinity ആകാൻ പാടില്ല. It should be some number, or it should not be. F of x, this is somewhat good condition. It should not be equal to plus or minus infinity. F of x ഒരിക്കലും plus minus infinity ആകാൻ പാടില്ല. എന്ന് വെച്ചാൽ സേ ഞാൻ ഇപ്പോൾ e raised to minus x നമ്മൾ കൊടുക്കുക e raised to minus x പിന്നെ നമ്മുടെ ലിമിറ്റ് എന്താണ്? നമ്മുടെ ലിമിറ്റ് 0 to infinity ആണ്. 0 to infinity അല്ലേ? എക്സിന്റെ ലിമിറ്റ് 0 to infinity ആണ്. അപ്പൊ 0ക്കും ഇൻഫിനിറ്റിക്കും ഇടയിൽ എക്സ് വരുമ്പോൾ എഫ് ഓഫ് എക്സിന് ഒരിക്കലും എന്ത് വരാൻ പാടില്ല? മൈനസ് ഇൻഫിനിറ്റിയും വരാൻ പാടില്ല, പ്ലസ് ഇൻഫിനിറ്റിയും വരാൻ പാടില്ല. അതെവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയേ. നിങ്ങൾ നേരത്തെ നോക്കിയ മേലേക്ക് പോകാം. ഇവിടെ എഫ് ഓഫ് എക്സ് 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്തായത്? എഫ് ഓഫ് എക്സ് 1 ആണ് ആയത്. 1 അല്ലേ? ഇവിടെ എക്സ് ഇൻഫിനിറ്റി വരുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരുന്നു? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. ബാക്കി എല്ലാ വാല്യൂ ഇതിനിടയിലാണ് വരിക അല്ലേ? അതിനിടയിലെ ബാക്കി എല്ലാ വാല്യൂയും വരിക. 0ക്കും 1നും ഇടയിലാണ് എഫ് ഓഫ് എക്സിന് വാല്യൂ വരിക. Am I correct? Correct അല്ലേ? Yes, sir. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഒരിക്കലും എന്താവൂല? ഇൻഫിനിറ്റി ആവൂല. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ വിൽ ഓൾവേസ് ബി ഇൻ ബിറ്റ്വീൻ 0 and 1. 0നും 1നും ഇടയിൽ, അല്ലെങ്കിൽ 0 കൂടി ഉൾപ്പെടെ 0 1 ഉൾപ്പെടെ അതിനിടയിലുള്ള വാല്യൂസ് മാത്രമേ എഫ് ഓഫ് എക്സിന് വരുള്ളൂ. സോ എഫ് ഓഫ് എക്സ് doesn't go to infinity. അപ്പൊ അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകാത്ത ഫംഗ്ഷൻ ആണ് ഫൈനൈറ്റ് വാല്യൂഡ് ഫംഗ്ഷൻ. സോ അത്തരം ഫൈനൈറ്റ് ഫംഗ്ഷൻ ആയിരിക്കണം നമ്മുടെ വേവ് ഫംഗ്ഷൻസ്. ദാറ്റ് ഈസ് ദ തേർഡ് ക്വാളിറ്റി. ഇനി ഞാൻ e raised to minus x നെ ചെറുതായിട്ടൊന്ന് മാറ്റി നോക്കുക. Now suppose my function f of x is e raised to minus x itself. e raised to minus x തന്നെയാണ് എൻ്റെ വാല്യൂ. പക്ഷേ ലിമിറ്റ് ഞാൻ എന്ത് ചെയ്തു? മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആക്കി. എന്താണ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ? എക്സ് ക്യാൻ ബി മൈനസ് ഇൻഫിനിറ്റി, എക്സ് ഇൻ ബിറ്റ്വീൻ മൈനസ് ഇൻഫിനിറ്റി ആൻഡ് പ്ലസ് ഇൻഫിനിറ്റി. എക്സിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ അതില് ഇവിടെ ഒരു പ്രശ്നം വരും. ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രശ്നം വരും. നോക്കുക എന്താണ് പ്രശ്നം? ഇങ്ങനെ എടുക്കുമ്പോൾ സപ്പോസ് എനിക്ക് എക്സിന്റെ വാല്യൂ എന്തൊക്കെ വരാം? എക്സ് ക്യാൻ ബി മൈനസ് ഇൻഫിനിറ്റി ത്രൂ 0 ത്രൂ പ്ലസ് ഇൻഫിനിറ്റി, ഇതുവരെ വരാം അല്ലേ? അപ്പൊ if I take f of x, if I take x is equal to minus infinity എടുക്കുന്നു നോക്കുക. എക്സിന് മൈനസ് ഇൻഫിനിറ്റി കൊടുത്തു. കാരണം മൈനസ് ഇൻഫിനിറ്റി നമ്മുടെ ബൗണ്ടറിന്റെ ഉള്ളിലുള്ളതാണ് അല്ലെ? നമ്മുടെ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താ? മൈനസ് ഇൻഫിനിറ്റി ത്രൂ 0 ടു പ്ലസ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ എഫ് ഓഫ് എക്സിന് മൈനസ് ഇൻഫിനിറ്റി കൊടുത്താൽ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്താ വരിക? ഇ റൈസ് ടു മൈനസ് എക്സിന് പകരം എന്ത് കൊടുക്കുക? മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുക. x should be minus infinity. What is this value? This value is e raised to infinity. അല്ലേ? മൈനസും പ്ലസ് ആവും. So what is e raised to infinity? Come on. What is e raised to infinity? ആർക്കും അറിയില്ലേ? Infinity. Yes, infinity. Of course it is infinity. E എന്ന് പറയുന്നത് 2.73 something അല്ലേ? 2.73 something ആണ്. So 2.73 raised to infinity ആണ്. That is always infinity. This value is infinity.
അപ്പൊ എനിക്ക് എന്താ കിട്ടിയത്? ഇതെന്താണ്? This is my f of x. So I got f of x value as infinity. എന്റെ ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആയി. ഫംഗ്ഷൻ ഒരിക്കലും ഇൻഫിനിറ്റി ആകാൻ പാടില്ല. ഫംഗ്ഷൻ ഷുഡ് ബി ഫൈനൈറ്റ്. സോ എനിക്ക് e raised to minus x acceptable ആവുക എപ്പോഴാണ്? f of x is equal to e raised to minus x. e raised to minus x, that is acceptable only in the limit 0 to infinity. 0 to infinity വരെ okay ആണ്. Minus infinity to plus infinity എടുത്തു കഴിഞ്ഞാൽ that function becomes unacceptable wave function. Non-acceptable wave function. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് 3 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ്. ഇനിയുണ്ട് ക്വാളിറ്റീസ്. അപ്പൊ എന്തൊക്കെയാ ക്വാളിറ്റീസ് പറഞ്ഞത്? ഒന്ന്, it should be continuous. Our wave function psi should be continuous. Psi should be single valued. Psi should be മൂന്നാമത്തെ എന്തായിരുന്നു? ഫൈനൈറ്റ് അല്ലേ? ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ്. അപ്പൊ ഈ മൂന്ന് ക്വാളിറ്റി ഉണ്ടെങ്കിലേ നമ്മുടെ ഫംഗ്ഷൻ നമ്മൾക്ക് എടുക്കുന്ന ഫംഗ്ഷൻ വേവ് ഫംഗ്ഷൻ ആയിട്ട് പിന്നെ പരിഗണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ദാറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ വേവ് ഫംഗ്ഷൻ. ഇനി നാലാമതൊരാൾ കൂടിയുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഫോർത്ത് വൺ ഇസ് it should be quadratically integrable. എന്തെങ്കിലും മനസ്സിലായോ? Did you understood anything? ക്വാഡ്രാറ്റിക്കലി ഇന്റഗ്രബിൾ ആയിരിക്കണം. എന്റെ ഫംഗ്ഷൻ ക്വാഡ്രാറ്റിക്കലി ഇന്റഗ്രബിൾ ആയിരിക്കണം. ക്വാഡ്രാറ്റിക്കലി ഇന്റഗ്രബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ഏറ്റവും സിമ്പിൾ മീനിങ് ഇതാണ്. എന്റെ ഫംഗ്ഷൻ f of x ആണ് അല്ലേ? Assume that my function is f of x. Then if I take f star x multiplied by f of x, and if I integrate this between the limit minus infinity to plus infinity dx, ഇതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇന്റഗ്രേഷൻ. And if I am getting this as infinity, ഇത് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴേ എനിക്ക് വാല്യൂ ഇൻഫിനിറ്റി എന്ന് കിട്ടിയിരിക്കുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഇൻഫിനിറ്റി ആണെന്ന് കരുതുക. Then such functions are not quadratically integrable. അത് quadratically integrable അല്ല. മൈനസ് പ്ലസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആകാം കേട്ടോ. ഇറ്റ് ക്യാൻ ബി either പ്ലസ് ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി. അതെനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോഴേ എനിക്ക് എന്താ കിട്ടിയത്? ഒന്ന് പ്ലസ് ഇൻഫിനിറ്റി എന്നാണ് കിട്ടിയത്, അല്ലെങ്കിൽ ചിലപ്പോൾ മൈനസ് ഇൻഫിനിറ്റി എന്നാണ് കിട്ടുക. ഇങ്ങനെ രണ്ട് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ those functions are not quadratically integrable. അതേസമയം if I am getting a finite number, ഇവിടെ some finite number ആണ് കിട്ടുന്നത് കരുതുക. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താ കിട്ടുക? ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ കർവ് ആണ് അല്ലേ? ആ ഏരിയ അണ്ടർ ദ കർവ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഓൾവേസ് ഗെറ്റ് സം നമ്പർ. ഏതെങ്കിലും ഒരു നമ്പറാണ് കിട്ടുക. ആ നമ്പർ ഇൻഫിനിറ്റിയോ പ്ലസ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ such functions are called quadratically integrable functions. മനസ്സിലായോ? quadratically integrable functions. അപ്പോ എന്റെ ഫംഗ്ഷൻ എന്തുകൂടി ആയിരിക്കണം? quadratically integrable function ആയിരിക്കണം. quadratically integrable function. ഈ നാല് കണ്ടീഷൻസും മീറ്റ് ചെയ്യുകയാണെങ്കിൽ our wave function is an acceptable wave function, and such wave functions are known as well-behaved function. Well-behaved. ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. വെല്ല് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട്. well-behaved അവിടെ എഴുതാൻ പറ്റുന്നില്ല. So I will write here. Such functions are called well-behaved functions. well-behaved functions. നല്ല അനുസരണയുള്ള ഫങ്ഷൻസ് എന്നാണ് അതിന് പച്ച മലയാളത്തിലുള്ള അർത്ഥം. മനസ്സിലായോ?
അപ്പൊ നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ട്രഷർ ബോക്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? നമുക്ക് ഇപ്പൊ ഒരു ക്ലൂ കിട്ടി. എന്താണ്? ഈ നമ്മൾ ഇപ്പൊ ഒരു ട്രഷർ ഹണ്ട് നടത്താൻ പോവാണ്. ഈ ട്രഷർ ഹണ്ടിൽ നമ്മൾക്ക് ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പാക്കാം. ഈ ട്രഷർ ഹണ്ട് നടത്താൻ പോകും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഈ വേവ് ഫംഗ്ഷൻ ഒരിക്കലും പിന്നെ ഈ അനുസരണ ഇല്ലാത്ത ഫംഗ്ഷൻ ആയിരിക്കില്ല എന്ന് ഉറപ്പാണ്. നിങ്ങൾ കുറെ ഫംഗ്ഷൻ കണ്ടു, അതിൽ കുറച്ച് പേര് അനുസരണ ഇല്ലാത്ത ആളാണെങ്കിൽ യു ക്യാൻ ത്രോ ദം അവേ. അവരെല്ലാം നമ്മൾക്ക് വേണ്ട ആൾക്കാർ വെൽ ബിഹേവ്ഡ് ഫങ്ഷൻസ് ആണ്. നല്ല അനുസരണയുള്ള ഫങ്ഷൻസിനെ നമ്മൾക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ട്രഷർ ഹണ്ട് നടത്താൻ കുറച്ചുകൂടി എളുപ്പമായി. കുറെ ഫങ്ഷൻസിനെ നിങ്ങൾ കണ്ടു, അതിനിടയിൽ ഒരുപാട് പേര് ശരിക്കും നല്ല പിന്നെ അനുസരണയുള്ള ആൾക്കാരല്ലെങ്കിൽ യു ക്യാൻ ത്രോ ദം അവേ. ഇവരെയല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ട ആൾക്കാർ വേറെ എവിടെയൊക്കെയാണുള്ളത്. സോ നിങ്ങൾക്ക് കുറെ പേരെ പുറത്താക്കാൻ പറ്റും. എനിക്ക് കുറച്ച് പേര് അതിൻ്റെ അകത്തുണ്ടാവും. അതിലെ ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യു ഗോട്ട് ദ ട്രഷർ. നിങ്ങൾക്ക് ട്രഷർ കണ്ടെത്താൻ പറ്റും. സോ ദിസ് വേവ് ഫംഗ്ഷൻ, our wave function should be well behaved functions. അപ്പൊ നിങ്ങൾ എക്സാമിന് സാധാരണ ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് സാധാരണ ചോദിക്കുക എന്താണ്? വെൽ ബിഹേവ്ഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കാം. അത് ഒരു സാധാരണ നമ്മുടെ കൂടുതൽ ചിന്തിക്കാണ്ട് എഴുതാൻ പറ്റുന്ന ആൻസർ ആണ് അല്ലെ? ഈ 4 എണ്ണം എഴുതിയാൽ ആൻസർ ആയി. അതേസമയം കുറച്ചുകൂടി ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് ചോദിക്കുക എങ്ങനെയാണ്? നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തരും. യു വിൽ ഗിവ് എ ഫംഗ്ഷൻ. സേ ഞാനൊരു എക്സാമ്പിൾ തരാം. എന്താണ് എക്സാമ്പിൾ? നമ്മൾക്ക് ഇപ്പൊ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. സപ്പോസ് e raised to minus x. മൈ ഫംഗ്ഷൻ ഈസ് e raised to minus x. ഫംഗ്ഷന്റെ കൂടി എന്ത് കൂടി തരും? ലിമിറ്റ് കൂടി തരും. സോ ദിസ് ഇസ് ദ ലിമിറ്റ് between the limit 0 to infinity. So you are asked to write whether this function is a well behaved function or not. ഇത് വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 4 കണ്ടീഷൻസും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഏതൊക്കെ 4 കണ്ടീഷൻസ്? കണ്ടിന്യൂസ് ആണോ? നമ്മൾക്ക് ഇപ്പോഴത്തെ ഫംഗ്ഷൻ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അല്ലെ? കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ കണ്ടു. സിംഗിൾ വാല്യൂഡ് ആണെന്ന് കണ്ടു. ഫൈനൈറ്റ് ആണെന്ന് കണ്ടു. ക്വാഡ്രാറ്റിക്കലി ഇന്റഗ്രബിൾ ആണോ എന്ന് നോക്കണം. ക്വാഡ്രാറ്റിക്കലി ഇന്റഗ്രബിൾ ആണോ എന്ന് എങ്ങനെ നോക്കുക? യു ഹാവ് ടു ടേക്ക് ഇന്റഗ്രൽ. ഇവിടെ ലിമിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. ലിമിറ്റ് ഓൾറെഡി ഇപ്പൊ നമ്മൾ ജനറൽ ഇക്വേഷൻ എന്താണ്? ജനറൽ ഇക്വേഷൻ ഈസ് -∞ to ∞ f star x. എഫിന് നമ്മൾ സാധാരണ ക്വാണ്ടം മെക്കാനിക്സിൽ എഴുതുക സൈ എന്നാണ് അല്ലെ? വേവ് ഫംഗ്ഷൻ നമ്മൾ സാധാരണ എഴുതുക സൈ എന്നാണ്. സോ സൈ സ്റ്റാർ എക്സ് ഇൻറ്റു സൈ എക്സ്. പലപ്പോഴും ഞാൻ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ, കുട്ടികളുടെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് കാണാറുണ്ട്. സൈ എക്സ് ഇങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ. സൈ ഓഫ് എക്സ് ആണ്, ഫംഗ്ഷൻ ആണ്. സൈ ഓഫ് എക്സ് ഇങ്ങനെ എഴുതണം. സബ്സ്ക്രിപ്റ്റ് എക്സ് എന്ന് എഴുതാൻ പാടില്ല. Psi of x function is usually written as psi within bracket x. This shows that it is a function. Psi of x dx. ഇത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. അതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ +2 പഠിച്ച മാത്തമാറ്റിക്സ് ഒക്കെ വായിച്ച് വരണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഇതിപ്പോ ജനറൽ ലിമിറ്റ് ആണ് -∞ to ∞. നമ്മൾക്ക് തന്നിരിക്കുന്ന ലിമിറ്റ് എന്താണ്? 0 to infinity. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് മൈ psi of x. Psi of x is e raised to minus x. So if I write e raised to minus x, that is my function. അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് അല്ലെ? സോ സ്റ്റാർ e raised to minus x star. So complex conjugate of e raised to minus x multiplied by e raised to minus x, that is function psi of x. This is psi star of x, and this is psi of x into dx. ഇതിന്റെ വാല്യൂ എത്ര കിട്ടുന്നതെന്ന് നോക്കുക. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? This is 0 to infinity e raised to minus x star എന്ന് പറഞ്ഞാൽ എത്ര? What is the complex conjugate of e raised to minus x? E raised to minus x. Exactly. E raised to minus x. അപ്പൊ അതിൽ സംശയം ഒന്നും വരാൻ പാടില്ല. i ഉണ്ടോ നോക്കുക. ഇമാജിനറി i ഉണ്ടെങ്കിൽ i should be replaced with minus i. i ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഫംഗ്ഷൻ e raised to minus x. So e raised to minus x star is e raised to minus x.
again e raised to minus x. This one. This is this one. So into dx. So this is this is 0 to infinity e raised to minus x into e raised to minus x എന്താണ്? What is e raised to minus x into e raised to minus x? വെച്ചതിൽ പറയും. ഒന്ന് സംശയം ഉണ്ടാകാൻ പറ. Say louder. കേട്ടില്ല. e raised to minus 2x. Yes, e raised to minus 2x dx. ഇനി വേഗം ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്തേ. ഇത് വളരെ സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത ആൻസർ പറ ആരെങ്കിലും. വേഗം പറ. ടൈമില്ല. Infinity. എത്ര ഇടുന്നേ? Infinity. One of you got infinity. Anyone? 2. രണ്ട് ആൻസർ കിട്ടി. തെറ്റിക്കോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ തെറ്റാം. മനസ്സിലായോ? ആൻസർ എത്രയായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പിന്നെ എന്നോട് പറയാൻ, നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാൻ വേണ്ടിയുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ ചാറ്റ് ബോക്സ്. ചാറ്റ് ബോക്സിൽ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയക്കാം. അങ്ങനെയൊക്കെ ഓപ്ഷൻ ഇതിലുണ്ട് കേട്ടോ. ഇപ്പൊ രണ്ട് നമ്പർ കിട്ടി, 2 and infinity എന്ന് കിട്ടി. എനി അതർ ആൻസർ? ഇത് വളരെ സിമ്പിൾ ഇന്റഗ്രൽ അല്ലേ ആണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആൻസർ കിട്ടിയോ? എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പേപ്പറും പെൻസിലും ഉണ്ടാണോ, അല്ലെ പേപ്പറും പെന്നും ഉണ്ടാണോ കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉടനെ ആൻസർ ചെയ്തിട്ട് പറയാൻ പറ്റണം. 1/2. അതാരാ പറഞ്ഞത്? 1/2. അനുനന്ദ അല്ലേ? -1/2. -1/2 to infinity. 4 നമ്പർ കിട്ടി. Any other answer? So ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. The answer is what Anunanda said is 1/2. Answer is 1/2. കേട്ടോ. അപ്പോൾ പിന്നെ അത് എങ്ങനെ കിട്ടുന്നതെന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇത് വളരെ സിമ്പിൾ ഇന്റഗ്രൽ അല്ലേ? Yes or no? അത് ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം, പക്ഷെ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്തമാറ്റിക്സ് നിങ്ങൾ ഏതെങ്കിലും സിമ്പിൾ ബുക്ക് നോക്കിയാൽ അതിൽ കാണാൻ പറ്റും. ഇനി എൻ്റെ ആൻസർ അതല്ല, എൻ്റെ ഡിസ്കഷൻ അതല്ല. ഇവിടെ നമ്പർ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇൻഫിനിറ്റിയോ പ്ലസ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ ആണോ? ഇസ് ദിസ് പ്ലസ് ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി ആണോ? യെസ് ഓർ നോ? കിട്ടിയിരിക്കുന്നത് എനിക്ക് 1/2 എന്നാണ് അല്ലേ? 1/2 is 0.5. 0.5 is a number. It's a number that is not an infinity, plus or minus infinity. So അതിനർത്ഥം എന്താണ്? That means it's a square integrable function. So finally you got a treasure that e raised to minus x within the limit 0 to infinity is a well-behaved function. So e raised to minus x എന്നുള്ളത് ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് കുറെ കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് MSc ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കും, ഇത് e raised to minus x ആണ് നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1s അറ്റോമിക് ഓർബിറ്റൽ. ഏകദേശം അതുപോലെ ആയിരിക്കും. ഹൈഡ്രജൻ ആറ്റത്തിന് 1s അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട് അല്ലേ? ആ 1s അറ്റോമിക് ഓർബിറ്റൽ ലുക്സ് ലൈക്ക് e raised to minus x. അതിന്റെ കൂടെ കുറച്ച് കോൺസ്റ്റന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. e raised to minus x, it looks like a e raised to minus x.
So 1s atomic orbital looks like e raised to minus x. So it's a well-behaved atomic orbital എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി എങ്ങനെയാണ് എനിക്ക് കിട്ടുക? Psi star psi d-tau എന്നാണ് എനിക്ക് പ്രോബബിലിറ്റി കിട്ടുക. അപ്പൊ അതിന്ന് എന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? എന്റെ ഫംഗ്ഷൻ psi is e raised to minus x. e raised to minus x അല്ല, അതിന്റെ കൂടെ കുറച്ച് കോൺസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഷേപ്പ്, ഒരു ഫംഗ്ഷന്റെ ഷേപ്പ് പറയുമ്പോൾ കോൺസ്റ്റൻസിന് വലിയ റോളൊന്നുമില്ല ഉണ്ടോ? ഞാൻ e raised to minus x പകരം e raised to minus x പകരം e raised to minus 2x അല്ലെങ്കിൽ 2x അല്ലെങ്കിൽ 3x എന്ന് എടുത്ത് നോക്കുക. ആ ഫംഗ്ഷന്റെ ഷേപ്പിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. ഷേപ്പ് വിൽ ബി സെയിം, ബട്ട് ഇറ്റ് വിൽ ബി ലിഫ്റ്റഡ് ബൈ എ കോൺസ്റ്റന്റ് വാല്യൂ. ആ ഒരു ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഷേപ്പ് വിൽ ബി ഓൾവേസ് ദ സെയിം. മനസ്സിലായോ? സോ e raised to minus x is a square integrable function. It obeys the other qualities like finiteness, single valuedness, and it's a continuous function. So this e raised to minus x is a well-behaved function. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് പ്രോബ്ലംസ് തരാം. അത് വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഇസ് ദിസ്. Determine whether each of the following function is acceptable function. Well-behaved function വേറെ ഒരു രീതിയിലും പറയാം. അക്സെപ്റ്റബിൾ ഫംഗ്ഷൻ ആണോ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആ രീതിയിൽ തന്നെ തരാം. Determine whether the following functions is acceptable or not. Is acceptable. Determine whether each of the following functions is acceptable or not over the indicated intervals. So നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. ഒന്നാമത്തത് e raised to minus x. Limit is 0 to infinity. രണ്ടാമത്തത് e raised to minus x. Limit is minus infinity to infinity. മൂന്നാമത്തത് c. Sin inverse x. The limit is minus 1 to 1. നാലാമത്തത് sin x by x. Limit is 0 to infinity. അഞ്ചാമത്തത് ഇത്രയും മതി. അല്ലെങ്കിൽ അഞ്ചാമത്തെ ഒരെണ്ണം കൂടി e raised to minus x square between the limit minus infinity to infinity. ഇത്രയും ഫംഗ്ഷൻ ഓരോന്നിന്റെ അതിന്റെ ലിമിറ്റും കൂടി തന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ആദ്യത്തെ രണ്ടും നിങ്ങൾക്ക് ഉടനെ പറയാം അല്ലെ, എയും ബിയും. വാട്ട് അബൌട്ട് എ? Is it a well-behaved function or not? ഇത് വെൽ ബിഹേവ്ഡ് ആണ്. ഞാനിപ്പോ ചെയ്തു തന്നു അല്ലെ. This is well-behaved അല്ലെങ്കിൽ acceptable wave function ആണ്. Well-behaved function. This is second one is not an acceptable. It's not an acceptable അല്ലെങ്കിൽ not a well-behaved function. Not an acceptable function. Because it is not square. എന്താണ് കാരണം? അതിന് കാരണം അത് പിന്നെ സ്ക്വയർ ഇന്റഗ്രബിൾ അല്ല അല്ലേ. That's not square integrable. പിന്നെ ഇത് മൂന്നും നിങ്ങൾ കണ്ടുപിടിക്കുക. This one and this one.
അപ്പൊ അതിന്റെ ലിമിറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നാമത്തതിന്റെ ലിമിറ്റ് എക്സ് -∞ ടു -1 to 1. രണ്ടാമത്തെ sin x by x ന്റെ കേസിൽ എക്സ് എവിടെ മുതൽ എവിടെ വരെ പോകാം? 0 മുതൽ ഇൻഫിനിറ്റി വരെ പോകാം. മൂന്നാമത്തതിൽ എക്സിന് -∞ മുതൽ എക്സിന് +∞ വരെ പോകാം. ഇവിടെ ആൽഫ എക്സ് സ്ക്വയർ ആണ് കേട്ടോ. e raised to minus x സ്ക്വയർ ആണ്. എക്സ് അല്ല, എക്സ് സ്ക്വയർ ആണ്. ഈ കാര്യങ്ങളൊക്കെ പിന്നെ നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. നമ്മൾക്ക് ഇനി ഞാൻ സാധാരണഗതിയിൽ ഈ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ അതേപോലെ എടുക്കുന്ന ആളല്ല. ഞാൻ ഓരോ എക്സാമ്പിൾ പറഞ്ഞിട്ട് അതിന്ന് പിന്നെ പോസ്റ്റ്ലേറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കാണും. ഇറ്റ്സ് ദ പോസ്റ്റ്ലേറ്റ് അബൌട്ട് എ ട്രഷർ ബോക്സ്. സോ ദാറ്റ് ട്രഷർ ബോക്സ് ഈസ് അവർ വേവ് ഫംഗ്ഷൻ. ആ വേവ് ഫംഗ്ഷൻ പിന്നെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടു. ഇറ്റ് ഷുഡ് ബി an acceptable wave function. And what are the qualities of an acceptable wave function? It should be continuous, it should be single valued, it should be finite, it should be quadratically integrable function. അല്ലേ? അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് is ആ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റിന് ഒരു പേര് കൂടിയുണ്ട് കേട്ടോ. ചില ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കാണാം. ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് is known as wave function postulate. ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് is known as wave function postulate അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ പോസ്റ്റ്ലേറ്റ്. ചിലപ്പോൾ നിങ്ങൾ എക്സാമിന് എന്താണ് വേവ് ഫംഗ്ഷൻ പോസ്റ്റ്ലേറ്റ് എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ അത് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് ആണെന്ന് ഓർമ്മ വേണം. വേവ് ഫംഗ്ഷൻ. സോ ദാറ്റ് ഇസ് മൈ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. ഇനി സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതുകൂടി പറയാം. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് ഇസ് പോസ്റ്റ്ലേറ്റ് നമ്പർ 2. അത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്, നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. Postulate number 2. Postulate number 2 is known as operator postulate. Operator postulate. വളരെ ഈസി ആയിട്ടുള്ള പോസ്റ്റ്ലേറ്റ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള പോസ്റ്റ്ലേറ്റ് ആണ്. This postulate says to every observable in classical mechanics, there corresponds an operator in quantum mechanics. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലേ, ഓരോ ഒബ്സർവബിളിനും ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഓരോ ഒബ്സർവബിളിനും ക്വാണ്ടം മെക്കാനിക്സിൽ ഓപ്പറേറ്റർ ഉണ്ട്. കറസ്പോണ്ടിങ് ടു എവറി ഒബ്സർവബിൾ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ദർ ഈസ് എൻ ഓപ്പറേറ്റർ ഇൻ quantum mechanics, and this operator is known as quantum mechanical operators. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്ന പേര് ഓപ്പറേറ്റർ പോസ്റ്റ്ലേറ്റ് ആണ്. ഇനി ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്, ഓപ്പറേറ്റേഴ്സിന്റെ ക്വാളിറ്റി എന്തൊക്കെയാണ്, എല്ലാം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്ലേറ്റ് നമ്പർ 2 കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ ഓപ്പറേറ്ററിന്റെ കേസിൽ നിങ്ങൾ പ്രത്യേകം പിന്നെ നോക്കേണ്ടത് ഈ ക്ലാസിക്കൽ മെക്കാനിക്സിൽ classical equation x should be replaced by x cap. Its function is to multiply with x. Classical mechanics px should be replaced by px cap in quantum mechanics, which is an operator, and its function is minus ih cross d by dx, is to operate with minus ih cross d by dx. ഇത് വെച്ചിട്ട് എല്ലാ ഓപ്പറേറ്റേഴ്സും നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേറ്റേഴ്സ് ഈ പോസ്റ്റ്ലേറ്റ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റുള്ള ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഐ വിൽ ടേക്ക് എൻ എക്സാമ്പിൾ that is one of the classical example in quantum mechanical system, which is known as particle
in one-dimensional box. Particle in one-dimensional box problem. Particle in one-dimensional box problem. Usually referred to as PIB. Particle in a box. PIB. Particle in a box problem. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഞാൻ എന്ത് ചെയ്യും, മറ്റുള്ള പോസ്റ്റ്ലേറ്റ്സും അതിനിടയിൽ ഡിസ്കസ് ചെയ്യും. സോ ആദ്യത്തെ രണ്ട് പോസ്റ്റ്ലേറ്റ് I hope you are very clear about both of these two postulates. And in the next class, we will discuss particle in a box problem. That is one of the most important thing in the first year chemistry class. Postulatum, particle in a box ആണ് ആ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്. So if you have any question, you can ask. Otherwise, we will stop it.